തൃശൂർ മരത്താക്കരയിൽ തീപിടുത്തമുണ്ടായി. വയലിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അരുൺ ശങ്കർ നൽകും വിവരങ്ങൾ. അരുൺ, പുകച്ചുരുളുകൾ ഉയരുന്നുണ്ട്, ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്. വയലിലാണ് തീപിടുത്തമുണ്ടായത്. എത്രത്തോളം വ്യാപ്തിയുണ്ട്? തീ അണയ്ക്കാനുള്ള ശ്രമം എങ്ങനെ? ഇപ്പോൾ തീ അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഇവിടെ തീപിടുത്തമുണ്ടായത്. മരത്താക്കരയിലെ പാടത്താണ് തീപിടുത്തമുണ്ടായത്. കരിഞ്ഞ പുല്ലുകൾ കത്തുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ കുറച്ചുകൂടി വൈഡായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി എത്രത്തോളം വലിയ തീപിടുത്തമായിരുന്നു. ഒരു പ്രദേശം മുഴുവൻ, ആ വയലിൻ്റെ ഒരു ഭാഗം മുഴുവൻ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ കത്തി അമർന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഉയർന്ന പുകച്ചുരുൾ ദേശീയ ഹൈവേയിലേക്ക് വരികയും അങ്ങനെ വാഹന ഗതാഗതം വലിയ തോതിൽ തടസ്സപ്പെടുകയും ചെയ്തു. ഇപ്പോൾ വാഹന ഗതാഗതം പുനരാരംഭിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ എറണാകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ഭാഗത്താണ് ആദ്യം ഈ വാഹന ഗതാഗതം തടസ്സപ്പെട്ടത്. അതിനിടയിലൂടെ തന്നെ വാഹനങ്ങൾ പാടുപെട്ടാണ്, പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഇരുചക്ര വാഹനക്കാരാണ്. പക്ഷേ അവർ പാടുപെട്ട് മുന്നോട്ട് പോയി. അപകടം ഒന്നും ഉണ്ടായിട്ട് ഇപ്പോഴും വലിയ നീണ്ട നിര വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ കാണാൻ കഴിയും. ഇതിനെ തുടർന്ന് ബ്ലോക്ക് ഉണ്ടായതിന് വലിയ നീണ്ട നിരയാണ് ഇപ്പോൾ ദേശീയപാത ഒരു ഭാഗത്തേക്ക് കിടക്കുന്നത്. അതായത് ഇപ്പോൾ ഏകദേശം ഇവിടെ തീ നിയന്ത്രണ വിധേയം ആക്കി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇത് നമ്മൾ വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പുകച്ചുരുൾ ഉയർന്നിരുന്നു. ഇത് എല്ലാ വർഷവും ഉണ്ടാവുന്നതാണോ? അല്ലല്ലോ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഇന്നലെയും മിന്നാന്ന് ഒരു ഫയർഫോഴ്സ് ഇതമാതിരി ഒന്ന് കൊണ്ടുവന്നു. അത് അപ്പുറത്തെ പാടത്താന്ന് പറഞ്ഞത്. ഇവരിവിടെയും വന്ന് തീ കെടുത്തിട്ട് പോയതാന്ന് പറയുന്നുണ്ട്. അവിടെ മുഴുവൻ ചൂന് കെട്ടില്ലാണ്ടോ ഇങ്ങനെ കിടന്ന. പിന്നെ ഇത് ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടായി. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഉച്ചനേരം നല്ല ചൂട് സമയത്താണ്. 12:30 1 മണി ആ നേരത്തെ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. വണ്ടികൾ തന്നെ പോയത് ഭാഗ്യം. വണ്ടികൾ തന്നെ പാസ് ചെയ്യാൻ പറ്റില്ല. അതേമാതിരി കിടന്നു. ഒരു 1:30 കൂടിയാണ് ഫയർഫോഴ്സ് തൃശ്ശൂർ യൂണിറ്റ് ഇവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. എന്തായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ കഴിയും. പക്ഷേ ഇപ്പോഴും പുക വലിയ തോതിൽ ഉയരുന്നുണ്ട്. അത് ഇത്രയും വേഗം നിയന്ത്രിക്കണം. കാരണം ഈ ദേശീയപാതയോരത്തായതുകൊണ്ട് തന്നെ ഇത് വാഹനങ്ങളുടെ കാഴ്ചപരിധിയൊക്കെ ബാധിക്കുന്നതാണ്. ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർക്ക് ശ്വാസതടസ്സമൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അത് എത്രയും വേഗം നിയന്ത്രിക്കേണ്ടതുണ്ട്. പല ഭാഗത്തും ഇപ്പോഴും പുകച്ചുരുൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ചില ഭാഗങ്ങൾ തീയും കാണുന്നുണ്ട്. അത് എത്രയും വേഗം അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നടത്തുന്നത്. എന്തായാലും നിലവിൽ ഒരു യൂണിറ്റ് മാത്രമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അരുൺ, അങ്ങനെ കൂടുതൽ യൂണിറ്റുകൾ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? ഇപ്പോഴത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ കഴിയുന്നുണ്ട്. ആളുകളൊക്കെ ഏതായാലും നേരത്തെ നമ്മൾ കണ്ടതിൽ നിന്ന് അല്പം ഭേദപ്പെട്ട ഒരു അന്തരീക്ഷമാണ് കാണുന്നത്. അപ്പോൾ തീ കുറച്ച് അണയുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും നിലവിൽ തീ ഏകദേശം നിയന്ത്രണ വിധേയമായി എന്ന് നമുക്ക് പറയാൻ കഴിയും. നേരത്തെ വന്ന സമയത്ത് ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഒരു പ്രദേശം മുഴുവൻ പുകച്ചുകൾ കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു. കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല. ശ്വാസോച്ഛ്വാസമുള്ള അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നിയന്ത്രണ വിധേയം ആയിട്ടുണ്ട്. പുക ഉയരുന്നതിനും അതോടൊപ്പം തീ കത്തുന്നതും ഒക്കെ നിയന്ത്രണ വിധേയം ആയിട്ടുണ്ട്. ഇത് വാഹന ഗതാഗതത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. വാഹനാപകടമൊന്നും ഉണ്ടാകാതിരുന്നതും ഭാഗ്യം എന്ന് തന്നെ പറയുന്നത്. കാരണം ഈ പുകയ്ക്കിടയിലൂടെയായിരുന്നു വാഹനങ്ങൾ 2 ഭാഗത്തേക്കും പൊക്കൊണ്ടിരിക്കുന്നത്. പതുക്കെയായിരുന്നു പൊക്കൊണ്ടിരുന്നത്. പക്ഷേ ഒട്ടും ഒരു മീറ്റർ പോലും കാഴ്ചപരിധി ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് എന്തെങ്കിലും അപകടമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടത്. എന്നാൽ നേരത്തെയും ഈ ഭാഗത്ത് തീ ഉയർന്നിരുന്ന അല്ലെങ്കിൽ തീ കത്തിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ തീ കത്തിയിരുന്നു. നേരത്തെ ഇതിനടുത്ത് തന്നെ ഒരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസം തീ കത്തിയിരുന്നു. പക്ഷേ നിലവിൽ ഇവിടുത്തെ തീ നിയന്ത്രണ വിധേയം ആയി എന്ന് നമുക്ക് പറയാം. സാറേ, ഒരുപാട് ഇനി യൂണിറ്റ് ഒന്നും വേണ്ടല്ലോ? യൂണിറ്റ് ഒന്നും വേണ്ടി വരില്ലല്ലോ? കൺട്രോളായി. അത് നേരത്തെ ഇവിടെ അങ്ങനെ തീ കത്തിയിട്ടുണ്ടോ? തീ നിയന്ത്രണ വിധേയമായെന്നാണ് പറയുന്നത്. കൂടുതൽ യൂണിറ്റിൻ്റെ ആവശ്യം എന്തായാലും ഇല്ല. ഫസ്റ്റ് ബാച്ച് എന്തായാലും. ഹലോ അരുൺ, തുടർന്നോളൂ. ഹലോ. നമുക്ക് ഇവിടെ ഇതിനിടയ്ക്ക് പറയേണ്ട ഒരു കാര്യം നമുക്കറിയാം. അടുത്ത കാലത്താണ് അഗ്നിശമന സേനയിൽ വനിതകളെ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ആ
ഫസ്റ്റ് ബാച്ചിൽ ഉൾപ്പെട്ട വനിതാ ഫയർ വുമൺ എന്ന് പറയാം, ഫയർ വുമണും ഈ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് അങ്ങനെ വനിതാ ഫയർ വുമൺ. എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഈ റോഡിൻ്റെ ഭാഗത്തേക്ക് തീ വന്നിരുന്നു, അതൊക്കെയാണ് ഇപ്പോൾ അണച്ചിരിക്കുന്നത്. മറ്റു ഭാഗത്തേക്കും തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ ഒരു യൂണിറ്റിൻ്റെ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ അഗ്നിശമന സേന വിഭാഗം പറയുന്നത്. പുകച്ചുരുൾ പല ഭാഗത്തും ഇപ്പോഴും ഉയരുന്നുണ്ട്, നമുക്കറിയാം. ഇപ്പം ഇവിടെ തീ അണച്ചപ്പോൾ മറ്റൊരു ഭാഗത്ത് പുക നന്നായിട്ട് ഉയരുന്നുണ്ട്, അത് റോഡിലേക്ക് വരുന്നുണ്ട്. അതും എത്രയും വേഗം അണയ്ക്കണം. കാരണം ഇത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്ന ഒരു സ്ഥലമാണോ ഇത്? അതാണോ ഈ പലയിടങ്ങളിലായി തീ പടരാനൊക്കെ ഇടയാക്കിയത്? അല്ല, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡിൻ്റെ സൈഡിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കിടപ്പുണ്ട്. പക്ഷേ ഇത് വയലാണ്, പുല്ലാണ് ഉണങ്ങി കിടക്കുന്നത്. അതാണ് കത്തിയതെന്നാണ് പ്രദേശവാസികളും പറയുന്നത്. അല്ലാതെ മാലിന്യം നിക്ഷേപിച്ചതല്ല. പുല്ല് വലിയ രീതിയിൽ വലിയൊരു ഏരിയ മുഴുവൻ പുല്ലുണങ്ങി കിടക്കുകയാണ്. അത് ചൂട് കൂടി കത്തി, അങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായെന്നാണ് പറയുന്നത്. അല്ലാതെ മാലിന്യം കത്തിയിട്ടില്ല. പക്ഷേ മാലിന്യം പ്ലാസ്റ്റിക് ഉൾപ്പെടെ കത്തിയിട്ടുണ്ട്. ആ തീ ഈ റോഡിൻ്റെ സൈഡിലേക്ക്. അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്, തത്സമയ വിവരങ്ങളാണ് നൽകിയത്. ഇപ്പോൾ പുത്തൂരിൽ പടർന്ന തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചുകൊണ്ടിരിക്കുന്നത്.